എന്തൊക്കെ ഈ പറഞ്ഞേ? ഇന്ന് രാവിലും കൂടി ഓൾ പറഞ്ഞതല്ലേ എന്റെ ഇഷ്ടാണ്, എന്റെ സന്തോഷാണ് എന്നൊക്കെ. അവളെ ഇഷ്ടം ഇനിയിപ്പോ എന്താണ്? അവര് തമ്മിലൊന്ന് കാണണം, സംസാരിക്കണം, അത്ര തന്നെ. നമ്മളെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിലും ഓള് നാളെ കാണലും മുണ്ടലും വർത്താനം പറയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയല്ലേ നമ്മളും ആലോചിക്കുള്ളൂ. ഓൾക്ക് നല്ലോണം ബോധിച്ചിക്കണമെങ്കിൽ തന്നെ നമ്മൾ നടത്തുള്ളൂ. ബോധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തർക്കമൊന്നും ഇല്ലാന്ന് അമ്മയും പറഞ്ഞത്. ആ വരുന്ന കല്യാണ പെണ്ണ് കുട്ടി എവിടെ? എന്തിയെ? ഇന്ന് താഴത്തേക്കൊന്നും കണ്ടില്ല പന്റെ കുട്ടീനെ. ഞാന് എനിക്ക് കുറച്ച് പഠിക്കാണ്ടായിരുന്ന. ഇപ്പടെ കുട്ടി നാളെ ക്ലാസ്സിൽ പോണില്ലല്ലോ അല്ലേ? 10 മണിക്ക് അവര് വരും. പട കുട്ടിക്ക് നാളെ ഇടാൻ ഡ്രസ്സ് എടുക്കണ്ടേ? അതൊന്നും വേണ്ടപ്പാ, എന്റെ അടുത്ത് ഡ്രസ്സൊക്കെ ഉണ്ട്. അതൊക്കെ വേണം. പട കുട്ടി ഒരു റെഡി ആയിട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് ഡ്രസ്സ് എടുക്കാം. ഒരു റെഡി ആയിട്ട് വരും പാട്ടി. ഞാനില്ലപ്പാ, എനിക്ക് കുറെ എഴുതാനൊക്കെ ഉണ്ട്. ഇപ്പൊ വന്നാൽ ശരിയാവൂല. എന്നാ പിന്നെ ഓളെ എഴുത്ത് മുടക്കണ്ട. നാളെ ഇപ്പൊ ക്ലാസ്സിന് പോകാൻ പറ്റാത്തതല്ലേ. ഇനിയിപ്പോ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോയിട്ട് എടുത്തോളി. എനിക്കിപ്പോ എന്നപ്പോ എടുക്കും വരാൻ കൂടൂല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് എനിക്ക്. എന്നാ വേണ്ട, ഇപ്പ കുട്ടിക്ക് ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ടിരാം. എന്താ ചെല്ലുമോ പാർട്ടിക്ക് പറ്റുന്ന ഡ്രസ്സുകള് ഞാൻ സെലക്ട് ചെയ്തിട്ട് കൊടുത്താ പോരെ? എന്നാ പാർട്ടി വരണ്ട. എന്നാ പിന്നെ ഇജ്ജ് പോയിട്ട് എടുത്തിട്ട് പോരെ. എടുക്കുമ്പോഴേ ഓളാ കോളേജിൽ കിടന്ന പോലെ സാധനങ്ങളൊന്നും എടുത്തുകാണ്ട് വരണ്ടട്ടാ. അത്യാവശ്യം കല്ലും മുത്തൊക്കെ ഉള്ളേ, കാണാൻ തരക്കടില്ലാതൊരു കൂട്ടന്നെ എടുത്താളെ. ഒരു കുടുംബക്കാരൊക്കെ പാടിയും വരുമ്പോഴേ ആദ്യത്തെ കാണലേ രണ്ട് ഉഷാറായിക്കോട്ടെ. അല്ല, എന്താ പട കുട്ടിന്റെ മുഖം വല്ലാതിരിക്കണ്? വല്ല വെജായി ഉണ്ടാ? അതൊക്കെ നല്ല തലവേദന ഉണ്ടപ്പാ, അതുകൊണ്ടാ. അതിപ്പോ എന്താ പെട്ടെന്നൊരു തലവേദന? പനിക്കണെങ്ങാനുണ്ടോ തൊട്ടോക്ക് സെൽമോ?